തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷ് മത്സരിക്കുന്നതിൽ നിർണായക തീരുമാനം ഇന്നാണ് ഉണ്ടാവുക. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയത് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച ഹിയറിംഗ് ഇന്ന് നടക്കും. ഉമേഷ് ബാലകൃഷ്ണനൊപ്പം നമ്മുടെ വൈഷ്ണവ് സുരേഷ് ഉണ്ട്. വൈഷ്ണ, ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഉമേഷ്. എന്തായാലും വൈഷ്ണവിലേക്ക് പോവാം. വൈഷ്ണ, എങ്ങനെയുണ്ട്? ആൾക്കാരെല്ലാം ചോദിക്കുന്നത് അല്ല, കേസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കണ്ടോ ചോദിച്ചാൽ എല്ലാവരും പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ പ്രചരണം അതിൻ്റെതായ രീതിക്ക് പോകുന്നുണ്ട്. പോസിറ്റീവ് തന്നെയാണോ ആൾക്കാർ? അതെ, പോസിറ്റീവ് തന്നെയാണ്. 3 മണിക്കാണ് ഹിയറിംഗ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 3 മണിയോടുകൂടി അവിടെ ഹാജരാകും. പോസിറ്റീവ് ആണോ ഇപ്പോൾ ആൾക്കാരുടെ ഒരു പ്രതികരണം നിങ്ങളെ കേസിൽ? അതെ അതെ, പോസിറ്റീവാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റിയും ഒരു സ്വീകാര്യതയൊക്കെ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് അല്ലേ? അതെ, ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയി ഇപ്പം. കാരണം നമുക്കിപ്പോൾ ഒരു 3/4% ആൾക്കാർ നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. പിന്നെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്കെല്ലാം ഇപ്പോൾ അങ്ങോട്ട് പറയാതെ പരിചയപ്പെടുത്താതെ തന്നെ നമ്മൾ നന്നായിട്ട് അറിയാം. ഒരു ഗുണമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പറയില്ല. കാരണം നമുക്ക് എത്രത്തോളം ദിവസങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനസികപരമായ ഒരുപാട് മാനസിക സംഘർഷങ്ങളും എല്ലാം കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകും. കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ അനുകൂലമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ആ പരാമർശത്തിന്റെ ആനുകൂല്യം വിധിയിലും ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് പ്രചരണം പുനരാരംഭിച്ചത്. തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കോടതിയിൽ മേലുണ്ട്. അപ്പോൾ അതേപോലെ വരും തന്നെയാണ് പ്രതീക്ഷ. വളരെ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. എന്തോ? അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഇന്ന് എതിർഭാഗവും ഈ ഹിയറിംഗിൽ വരും. അപ്പോഴും അവർ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നോട്ടെ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിഷയം എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണോ സത്യം അത് ജയിക്കും. അപ്പോൾ ഇന്ന് എത്ര മണി വരെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? രാവിലെ ഒരു 9:30-10 മണിയോടുകൂടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്ക് കളക്ടറേറ്റിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ തുടരും. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം വലിയ പിന്തുണയാണല്ലോ. കാരണം സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായപ്പോഴും മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ആലോചിക്കാതെ കൂടെ ഈ ഘട്ടത്തിൽ എല്ലാം തന്നെ നിന്നു. തീർച്ചയായും നമുക്ക് പാർട്ടി തന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യാനായാലും എല്ലാം വളരെ വലിയൊരു മാനസികപരമായിട്ടെല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട്. ജനങ്ങൾ എങ്ങനെയാണ്? സ്വാഭാവികമായി ഇപ്പോൾ ഒരു നിരവധി വീടുകൾ കയറിയല്ലോ, എങ്ങനെയാണ് രാവിലെ ഉള്ള പ്രതികരണം? അല്ല, വളരെ നല്ല റെസ്പോൺസ്. ഇപ്പം നമ്മൾ വീടുകൾ കയറാതെ ഇന്നലെ വരെ വീടുകൾ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തൊക്കെ ആൾക്കാർ വെച്ച് എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം. ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. അതുപോലെ ജനറൽ വാർഡിൽ ഒരു കേന്ദ്രം മത്സരിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതെ അതെ. വൈഷ്ണവ് സുരേഷ് സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നാണ് ഹിയറിംഗ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ നടന്ന സിറ്റിംഗിൽ തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്കൊക്കെ അറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.